വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് വിട്ടയച്ച യുവാവ് മരിച്ച സംഭവത്തിൽ നടപടി. സിവിൽ പോലീസ് ഓഫീസർ ശ്രീജിത്തിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. കൊല്ലം റൂറൽ എസ്.പിയുടേതാണ് നടപടി. ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ കണ്ണൻ നൽകും. കണ്ണൻ, കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ സംഭവം പുറത്തുവരികയും അതിലെ പ്രതികരണങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്തത്. എന്താണ് പോലീസ് നടപടി? അല്പസമയം മുമ്പാണ് കൊല്ലം റൂറൽ എസ്.പി ഇത് സംബന്ധിച്ചൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതിൽ പറയുന്നത് ഈ സേനയ്ക്ക് മാനഹാനി ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് CPO S. ശ്രീജിത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. സിയാദിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് നടത്തേണ്ട നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് കസ്റ്റഡിയിലെടുത്തത്. അതായത് സിയാദിന് ഫിക്സ് അടക്കമുള്ള രോഗങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ കസ്റ്റഡി എടുക്കുന്ന സമയത്ത് വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കേണ്ടതായിരുന്നു. എന്നാൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കാൻ തയ്യാറായില്ല. പകരം സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നതാണ്. സ്റ്റേഷനിൽ എത്തിച്ച സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് സിയാദ് പറഞ്ഞിരുന്നു. ആ സമയത്തും വൈദ്യ പരിശോധന നടത്തുകയോ പരിശോധനയ്ക്ക് വിധേയനാക്കുകയോ അല്ലെങ്കിൽ ചികിത്സ നൽകുകയോ ചെയ്തില്ല. അത് ഈ ശ്രീജിത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീജിത്തിനെ സസ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ സിയാദിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് കൊണ്ടറ SHOയെ അറിയിക്കാനും ശ്രീജിത്ത് തയ്യാറായില്ല എന്നുള്ളതും ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ശ്രീജിത്തിനെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ശ്രീജിത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്ന SI അതുലിനെതിരെ നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുലിന്റെ നേതൃത്വത്തിലാണ് സിയാദിനെ കസ്റ്റഡിയിലെടുക്കാനായി പോയതും. ആ സമയത്താണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും സിയാദിനെ ഈ ജീപ്പിനുള്ളിൽ വെച്ച് മർദ്ദിച്ചു എന്നുള്ള ആരോപണങ്ങൾ ഉയരുകയൊക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. ഇനി അതുലിനെതിരെ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനമായി നോക്കിക്കാണേണ്ടത്. കാര്യം ശ്രീജിത്ത് CPO ആണ്, അതുലാണ് ആ ജീപ്പിലുണ്ടായിരുന്ന മുതിർന്ന ഉദ്യോഗസ്ഥൻ. അതുകൊണ്ട് തന്നെ ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് അതുലിനും പിന്മാറാൻ സാധിക്കില്ല. വരും ദിവസങ്ങളിൽ അതുലിനെതിരെയുള്ള നടപടി ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ ശ്രീജിത്തിനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു. 25-ാം തീയതിയാണ് സിയാദ് മരണത്തിന് കീഴടങ്ങിയത്. അതിനുശേഷം ബന്ധുക്കളുടെ മൊഴി വ്യാജമായി രേഖപ്പെടുത്തി നടക്കുമുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്ന് ആ വാർത്ത മാധ്യമ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഈ രാത്രിയോടുകൂടി ഇപ്പോൾ സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. ശരി, വളരെ നിർണായകമായ ഒരു തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. കുണ്ടറയിലെ സിയാദിന്റെ മരണത്തിൽ CPO ശ്രീജിത്തിനാണ് സസ്പെൻഷൻ. മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് എതിരെയും ഒരുപക്ഷെ നടപടികൾ വന്നേക്കാം. അതേസമയം ഈ ഒരു സസ്പെൻഷൻ വാർത്ത പ്രധാനപ്പെട്ടതായി മാറുന്നത് മുഖ്യമന്ത്രി ഇന്ന് ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണം കൂടി കേൾക്കുമ്പോഴാണ്. അതായത് കുണ്ടറയിലെ സിയാദിന്റെ മരണം ഹെപ്പറ്റൈറ്റിസ് മൂലമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ റിപ്പോർട്ടെന്ന് മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. വിട്ടയച്ചത് 17-ാം തീയതിയാണ്, ജൂൺ 17-ാം തീയതി. ഒരു മാസവും കഴിഞ്ഞ് ജൂലൈ 25-ാം തീയതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് ചികിത്സയിരിക്കെ മരിച്ചു. പോസ്റ്റ്മോർട്ടം മെഡിക്കൽ റിപ്പോർട്ട് സിയാദിൻ്റെ മരണം ഹെപ്പറ്റൈറ്റിസ് രോഗബാധ മൂലമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ ആഭ്യന്തര മന്ത്രാലയം DGPയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പിതാവിൻ്റെ സഹോദരൻ നൽകിയ മൊഴിയുടെയും ജൂലൈ 2-ലെ സംഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് വിശദമായ അന്വേഷണം നടത്തും. റിപ്പോർട്ട് വന്ന ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും.